നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് അവരുടെ മുറി കൊണ്ടുപോയി വെക്കി, എന്നിട്ട് നന്ദിനെ വിളിക്കും. നന്ദു, ആ ചേച്ചി, നീ അമ്മ ചായ കുടിക്കാൻ വിളിക്കുന്നു. ഇതാ വരുന്നു. വേഗം വാ. എന്തായി? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹര ഹരോ ഹര ഹര സ്വാമിയേ. മോളെ 4 മണിയായി, ചായയും കാപ്പിയൊന്നും ആയില്ലേ? താഴെ ഉണ്ടാവും നിങ്ങളെ. ആ ആ അയ്യോ, അയ്യോ, അയ്യോ അമ്പി, അയ്യോ അയ്യോ അമ്പി, അങ്കിള്, അയ്യോ അമ്പി, അയ്യോ അമ്പി, അയ്യോ എന്താ പറ്റി? അയ്യോ അയ്യോ എന്താ പറ്റിയ? പടിക്കെട്ടിന്ന് താഴെ വീണതാ. അയ്യോ എന്ത് പറ്റി? മാർക്കേ, വേഗം ആശുപത്രി കൊണ്ട് നോക്ക്. ആ ഡ്രൈവറെ വിളിക്കേ. ഞാൻ ഡ്രൈവറെ വിളിക്കാം. സൂക്ഷിച്ച്. അയ്യോ വിളിക്കും. ഏയ്. ഇരിക്ക്. അമ്പി, അമ്പി മാവാ, അങ്ങളെ, അങ്ങളെ, അമ്പി മാവാ, അങ്ങളെ, അമ്പികളെ, അമ്പി മാവാ. അയ്യോ വാ പിടിക്കേ. എന്താ പറ്റിയത്? ദേ, അവിടെ മോളിൽ വെച്ചവൻ കാല് തന്നെ വീണു. അയ്യോ ഞാനിവിടെ കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഇതിനു മാത്രം തെന്നാൻ എന്താ അവിടെ ഉള്ളതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? നോക്കട്ടെ. വെറുതെ ആണോ? ദേ ഇവിടെ വെള്ളം കിടക്കുന്നു. നേരാണല്ലോ, ഇവിടെ എങ്ങനെ വെള്ളം വന്നു? ഇനി ആ ഗൗരിയുടെ കയ്യിൽ നിന്നോ മറ്റോ? ഇത് വെള്ളമല്ല, എണ്ണയാണല്ലോ. ഗൗരി, ഗൗരി, അവളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വരട്ടെ. ഇത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എണ്ണയൊന്നുമല്ല. ഇത് വേറെന്തോ മണമുള്ള എണ്ണയാ. നേരാ, ഇതെല്ലെണ്ണയാ. ഇതിനൊരു പ്രത്യേക മണമുണ്ടല്ലോ. അല്ല, എള്ളെണ്ണ എങ്ങനെയാ ഇവിടെ വന്നത്? ഇവിടെ വന്നത് എങ്ങനെയെന്നല്ല, ഈ വീട്ടിൽ എവിടുന്ന് വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ മണമുള്ളതെണ്ണ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന എണ്ണയല്ല.
അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ എന്തെന്നോ ആണ്. അല്ല, ഇനി അന്ന് സുമിത അമ്പലത്തിൽ നിന്നെങ്ങാനും കൊണ്ടുവന്ന എള്ളെണ്ണയാണോ ഇത്? അതോ അതെങ്ങനെ ഇവിടെ വരാനായിട്ടോ? എന്തായാലും അത് തനിയെ കൈയും കാലും മുളച്ച് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് ഒഴുകിയതായിരിക്കില്ല. ദേ, അനാവശ്യം പറയരുത്. ഞാനെന്തിനാ അമ്പലത്തിൽ നിന്ന് കിട്ടിയ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്? ഒഴിച്ചതിന്റെ ഫലം കണ്ടല്ലോ. ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതല്ലേ ഉള്ളൂ. നമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്പി അമ്മാവനെ എണ്ണ ഒഴിച്ച് വീഴ്ത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അതിന് ഏടത്തിയുടെ ലക്ഷ്യം അമ്പിയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, നിങ്ങൾക്ക് എന്തോന്നായി പറഞ്ഞു വരുന്നേ? ഒന്നും കൂട്ടിയ രണ്ടെന്ന് തന്നെ അല്ലേ അമ്മയെ വായിക്കേണ്ടത്. എണ്ണ ഒഴിച്ചിരിക്കുന്നതേ അമ്പിയുടെ മുറിക്ക് പുറത്തല്ല, നന്ദുവിന്റെ മുറിക്ക് പുറത്താ. അപ്പൊ ലക്ഷ്യം ആരായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ഇല്ലാത്തതൊന്നും ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കരുത്. ഭഗവാൻ ആടിയ എണ്ണ അമ്പലത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നുള്ളത് ശരി തന്നെയാണ്. അത് നന്ദുവിന് നല്ലതായിട്ടാ കൊണ്ടുവന്നത്, അല്ലാതെ ദ്രോഹിക്കാൻ വേണ്ടിട്ടല്ല. സ്വന്തം അനിയത്തിയെ ദ്രോഹിക്കണമെന്ന് നിനക്ക് ആഗ്രഹമൊന്നും കാണില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഓരോ സാഹചര്യങ്ങളല്ലേ സുമിതേ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? മനഃപൂർവ്വം നന്ദുവിനെ വീഴ്ത്താനായിട്ട് ഞാൻ ആ എണ്ണ ഇവിടെ ഒഴിച്ചു വെച്ചെന്നാണ് നിങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദിതയുടെ കുഞ്ഞിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇവിടെ എല്ലാവരും പലവട്ടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ. പക്ഷേ ഇതല്പം കടുത്തുപോയെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒന്നുമില്ലെങ്കിലും നന്ദിത നിന്റെ സ്വന്തം അനിയത്തിയല്ലേ? ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോട് വേണോ ഈ അസൂയ? മോളെ നന്ദു, നീ ഇതൊന്നും വിശ്വസിക്കരുത്. നിന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞാനല്ല മോളെ. വ്യക്തിത്വം പറയാതെ സുമി, തക്കാൻ മാത്രം പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. നന്ദു, എന്റെ മോന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുമെന്നാണോ നീ പറയുന്നേ? പരമ കഷ്ടം തന്നെ. നന്ദു, എന്റെ മോളെ നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും പോയി തന്നെ മാറി നിൽക്കാങ്ങോട്ട്. നന്ദു, ഇനി എന്തിനാ ഈ അഭിനയം? നന്ദിത ഈ വീട്ടിൽ കയറി വന്ന അന്നു മുതൽ ആ കുഞ്ഞ് നിന്റെ കണ്ണിലെ കരടായിരുന്നില്ലേ? കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരില് കുത്തുവർത്തമാനങ്ങൾ കേൾക്കേണ്ടി വന്നതും അസൂയപ്പെടേണ്ടി വന്നതും ഒക്കെ സുമിതയെടുത്തിക്കായിരുന്നില്ലേ? നന്ദുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഇവളല്ലാതെ മറ്റാരും അല്ല ഇത് ചെയ്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.